സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടൻ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പണം വാങ്ങി വഞ്ചിച്ചുവെന്ന പരാതിയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. നിർമ്മാതാവും സംവിധായകനുമായ കെ.എ. ദേവരാജൻ നൽകിയ അപ്പീൽ കോഴിക്കോട് 5ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. ജൂലൈ 9-ന് കേസ് പരിഗണിച്ച കോടതി ഓഗസ്റ്റ് 30-ന് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. സ്വപ്നമാളിക എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും 30 ലക്ഷം രൂപയുടെ ചെക്ക് 2007 മാർച്ച് 29-ന് കൈപ്പറ്റിയെന്നും തുടർന്ന് ചിത്രവുമായി സഹകരിക്കാതെ വഞ്ചിച്ചെന്നുമാണ് ദേവരാജന്റെ പരാതി. മനോരമ ആഴ്ചപ്പതിപ്പിൽ മോഹൻലാൽ എഴുതിയ തർപ്പണം എന്ന കഥയാണ് സ്വപ്നമാളിക എന്ന പേരിൽ സിനിമയാകാനിരുന്നത്. മോഹൻലാലിന്റെ കഥ സിനിമയാകുന്നു എന്ന നിലയിലടക്കം ശ്രദ്ധ നേടിയ ചിത്രം 2008-ൽ പുറത്തിറങ്ങേണ്ടതായിരുന്നു. 2007-ൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ എന്നാൽ പല കാരണങ്ങളാൽ മുടങ്ങി. തങ്ങളുടെ അനുവാദമില്ലാതെ കഥയിലും തിരക്കഥയിലും മാറ്റം വരുത്തിയെന്നാരോപിച്ച് മോഹൻലാലും തിരക്കഥ എഴുതിയ എസ്. സുരേഷ് ബാബുവും സംവിധായകൻ ദേവരാജനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ ചിത്രത്തിന്റെ പേരിൽ നേരത്തെ സിനിമാ താരങ്ങളായ മീര ജാസ്മിൻ, പൃഥ്വിരാജ് എന്നിവർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് ദേവരാജൻ പരാതി നൽകിയിരുന്നു. അഡ്വാൻസായി പണം വാങ്ങിയെന്നും പിന്നീട് ചിത്രത്തിൽ അഭിനയിച്ചില്ലെന്നുമായിരുന്നു പരാതി. കേസ് കോടതിയിലെത്തിയതോടെ അഡ്വാൻസ് തുക താരങ്ങൾ തിരികെ നൽകി കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു.